മകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവമഹത്വം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഈ മണിക്കൂറിൽ നമുക്ക് തയ്യാറാകാം. മഹത്വമായിട്ട് മാറുവാൻ, ദൈവസാന്നിധ്യമായിട്ട് മാറുവാൻ, അത്യുന്നതൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. മണ്ണിരന്റെ തെരു തെളിക്കാം. സൈനാധിപേ, സ്വർഗ സൈനാധിപേ, മണ്ണിരന്റെ തെരു തെളിക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലിന്നു തറയ്ക്കാം. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലിന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപതായിരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപതായിരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. കരമുളയത്തിയടിച്ച് മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോൾ. സാത്താന്റെ സൈന്യം സംഭീതരാകും അമ്മേ നിന്റെ ദിവ്യപുത്രൻ വരുമ്പോൾ. ദുഷ്ടൻ വയ്ക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോൾ. ദുഷ്ടൻ വയ്ക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോൾ. നമ്മൾ ജയിക്കും, കൃപതായിരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപതായിരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. കരമുളയത്തിയടിച്ച് മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. പാപത്തിൻ വഴികൾ ഇന്നു ക്രൂശിൻ മുൻപിൽ തല കുനിക്കും. പാതാളക്കെണികൾ പാപത്തിൻ വഴികൾ ഇന്നു ക്രൂശിൻ മുൻപിൽ തല കുനിക്കും. അന്ധകാര കുഴിയും അന്തരീക്ഷ ശക്തിയും അമ്മേ നിന്റെ പാദങ്ങളിൽ അമരും. അന്ധകാര കുഴിയും അന്തരീക്ഷ ശക്തിയും അമ്മേ നിന്റെ പാദങ്ങളിൽ അമരും. നമ്മൾ ജയിക്കും, കൃപതായിരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപതായിരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. കരമുളയത്തിയടിച്ച് പാടാം. മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. കല്ലും കണ്ണീരും നീങ്ങിപ്പോകും നീ കന്യകയൊപ്പം ആരാധിക്കുമ്പോൾ. കല്ലും കണ്ണീരും നീങ്ങിപ്പോകും നീ കന്യകയൊപ്പം ആരാധിക്കുമ്പോൾ. കല്ലും കണ്ണീരും നീങ്ങിപ്പോകും നീ കന്യകയൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകും നീ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതമെനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ
തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മാവിനെ, വചനത്തെ സ്വീകരിക്കുവാൻ അമ്മ തയ്യാറാവുകയാണ്. അമ്മ ചോദിക്കുന്നുണ്ട് ദൂതനോട്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? രക്ഷകനിലേക്ക് കടന്നു വരണമെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കപ്പെടും, നിന്നിൽ പരിശുദ്ധി ജനിക്കും. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ ജാവറ പിതാവിൻ്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന പരിശുദ്ധമായ മന്ദിരത്തിനുള്ളിൽ, ആ പാദസ്പർശമേറ്റ മന്ദിരത്തിനുള്ളിൽ നമ്മളായിരിക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ്. ആ വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നുള്ള ഉത്തമമായ ബോധ്യമുള്ള ആ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ മന്ദിരത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയെപ്പോലെ നിർമ്മലമായ ഹൃദയത്തോടെ സകലത വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിക്കപ്പെടുവാനും ദൈവവചനം നമ്മളിൽ ഉരുവാകുവാനും ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ചേർന്ന കരമടിച്ച് വലിയ ആഗ്രഹത്തോടെ, വലിയ ആവേശത്തോടെ, ആത്മാവിൻ്റെ വലിയ നിറവിൽ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നമുക്ക് പാടി ആരാധിക്കാം. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. ശക്തിയോടെ അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ, ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. കരമുയർത്തിയടിച്ച എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. സമയമല്ലോ, ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി എന്നിൽ വാ. കരമുള ഉയർത്തിയടിച്ച് എന്റെ ദൈവം തീയാണ്, മഹത്വത്തിൻ തീയാണ്. എന്റെ ദൈവം തീയാണ്, മഹത്വത്തിൻ തീയാണ്. അന്നയാനാ
അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ശക്തിയോടെ, വലിയ അഭിഷേകത്തോടെ, സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ദൈവജനത്തോട് കൽപ്പിച്ചിരിക്കുകയും സർവശക്തിയോടെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ഈ കൽപ്പനകളോട് ചേർന്ന് സർവശക്തിയോടെ ദൈവമായ കർത്താവിനെ പാടി ആരാധിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ മേൽ ചൊരിയപ്പെടുക. നഗരത്തിലും വയലിലും നീ അനുഗ്രഹിതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുൻപിൽ വെച്ച് തോൽപ്പിക്കും. അപ്പോൾ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. അപ്പോൾ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കും. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? സർവശക്തിയോടെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ ജനത്തിന്റെ മേൽ കർത്താവ് ചൊരിയുന്നു. കരങ്ങൾ ഉയർത്തിയ വിശ്വാസത്തോടെ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നു. സകല പ്രവർത്തികളിലും ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ചേർന്ന് പാടാം. എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. ഉള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. നീ എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. ഉള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ആത്മാവിൻ തീയാണേ, ശക്തി ആത്മാവിൻ തീയാണേ. ആത്മാവിൻ തീയാണേ, ആത്മാവിൻ തീയാണേ. അമ്മയുടെ മധ്യസ്ഥയിലൂടെ വലിയൊരു അഭിഷേകം, ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം, വലിയൊരു ശക്തി ദൈവജനത്തിന്റെ മേല് വ്യാപരിക്കപ്പെടട്ടെ. ദൈവജനത്തിന്റെ മേല് ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോയുടെ പിടാസഹനത്തിലൂടെ കുരിശു മരണത്തിലൂടെ നേടിത്തന്ന നിത്യമായ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ രക്ഷയിലേക്കാണ്, ആ രക്ഷകനിലേക്കാണ് പരിശുദ്ധ അമ്മ ചേർത്ത് വെച്ചത്. അവൻ പറയുന്നത് കേൾക്കുക. ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പരിശുദ്ധ കുർബാനയിലൂടെ നിത്യരക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക. നിത്യമായ രക്ഷ, ആ രക്ഷയിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷയിലേക്ക്, ആ രക്ഷയിലൂടെ പിതാവിൻ്റെ മഹത്വം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കപ്പെടും. ആ വലിയ ബോധ്യമാണ് പരിശുദ്ധ അമ്മ സഹിയോൻ ഊട്ടുശാലയിൽ 12 സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടുവാൻ
120ഓളം പേര് മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുക. ഈ 12 പേരിലും പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കപ്പെടുവാനും അവർ സമ്മേളിച്ചിരുന്ന മാളിക മുറി മുഴുവനിലേക്ക് ആത്മാവ് നിറയപ്പെടുകയും ദൈവത്തിൻ്റെ രക്ഷ ദൈവജനത്തിൽ അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ടു. ആ ദൈവത്തിൻ്റെ രക്ഷ അവരുടെ അധരങ്ങളുടെ വന്ന വചനങ്ങൾ കേട്ട എല്ലാവരുടെ മേലും വ്യാപരിക്കപ്പെട്ടു. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാരുടെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ എല്ലാ മാലിന്യങ്ങളും നമ്മളിൽ നിന്ന് നീക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും പാപത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയതലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിച്ചുകൊണ്ടുള്ള കാൽവരിയിലെ ആ ബലിയർപ്പണം ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ് ആ ജീവനിലൂടെ നമുക്കൊരു ജീവൻ നൽകിയ മിശിഹായുടെ അനന്തമായ സ്നേഹം വിശ്വാസപൂർവ്വം നമ്മുടെ ശരീരത്തെ മുഴുവൻ വിട്ടുകൊടുത്തു, ഹൃദയതലങ്ങളെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ബുദ്ധിയെയും നമ്മുടെ കഴിവുകളെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ബുദ്ധിയും കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുവാൻ, ദൈവത്തിൻ്റെ ശക്തി എവിടെയെല്ലാം പ്രകടമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം നമുക്ക് ദൈവസന്നിധി നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം എല്ലാ പാപങ്ങളും നമ്മളെ മോചിപ്പിച്ച കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഏതെല്ലാം മലിനതകളും മാലിന്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടോ അവയിലേക്കെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ രക്തം വ്യാപരിച്ചുകൊണ്ട് എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് മുഴുവൻ അകന്നു മാറുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന എന്തെങ്കിലും പൈശാചിക ശക്തികൾ നമ്മുടെ മേലോ നമ്മുടെ കുടുംബത്തിൻ്റെ മേലോ തലമുറകളുടെ മേലോ വ്യാപരിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കൃഷിയിടങ്ങളും അധ്വാന മേഖലകളും മുഴുവൻ നവീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക മേഖല ഭദ്രതമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പിതാക്കന്മാരുടെ ഏതെങ്കിലും വ്യർത്ഥമായ ജീവിത രീതി ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധ ജാബർ പിതാവിനെ പോലെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ തക്കവിധം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ജീവനെയും ജീവിതത്തെയും എല്ലാം അവിടുന്ന് നവീകരിക്കണമേ, തലമുറകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷിയിടങ്ങളും അധ്വാന മേഖല ജോലി സ്ഥലങ്ങൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇടപഴകുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവെ അവിടുന്ന് ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കപ്പെട എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കപ്പെടട്ടെ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിച്ച് എല്ലാവരും സ്വരം ഉയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ, എല്ലാ രോഗങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ പൈശാചിക ശക്തികളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. കർത്താവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് വിശ്വാസത്തോടെ പടയാളികൾ ഒരുവൻ വന്ന് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും ജലവും ഒഴുകി. അതാ മനുഷ്യൻ്റെ കണ്ണുകളെ തുറപ്പിച്ചു. ആ മനുഷ്യൻ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട്, കാഴ്ചയില്ലാത്ത കണ്ട് ദൈവത്തെ ആരാധിച്ചതുപോലെ കർത്താവെ അങ്ങ് ഒന്ന് കാണുവാൻ
തടസ്സമായിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാ അവസ്ഥകളും എൻ്റെ കണ്ണുകളിൽ നിന്ന്, എൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ പൗലോസ്ലിഹായെ അവിടുന്ന് അഭിഷേകം ചെയ്ത് സാവൂളിനെ പൗലോസാക്കി മാറ്റിയതുപോലെ കർത്താവ് എന്തൊക്കെയോ കണ്ണുകളിൽ നിന്ന് ചിതമ്പൽ പോലെ ഒന്ന് അടർന്നു പോയപ്പോൾ എല്ലാം കാണുന്നവനായിട്ട്, ദൈവവചനം അറിയുന്നവനായിട്ട്, യേശുവിനെ കാണുന്നവനായിട്ട്, യേശുവിനെ പ്രഘോഷിക്കുന്നവനായിട്ട് മാറ്റപ്പെട്ടതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളും കുറവുകളും എല്ലാ തടക്കദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് കാൽവരിയിലെ ആ സ്നേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവമായ കർത്താവിനെ നമുക്ക് നമ്മുടെ ആ രക്തത്തിൻ്റെ സാന്നിധ്യത്തെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ സാന്നിധ്യത്തെ ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ശരീരത്തെ കണ്ടുകൊണ്ട് ഓരോ കോശങ്ങളിലും കണ്ടുകൊണ്ട് ഹൃദയതലങ്ങളിലെല്ലാം കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ തിരുരക്തത്താൽ നമ്മുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ ദൈവമേ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ, തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ, ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങെഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ. സ്വന്തമായിട്ടിരിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞ ദൈവിക ചൈതന്യം, അമ്മ ആഗ്രഹിച്ചതുപോലെ നമ്മൾ ആഗ്രഹിക്കണം. സ്വർഗം ആഗ്രഹിക്കുന്നത് അമ്മ വിട്ടുകൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. കുറവുകൾ നിറവായിട്ട് മാറുന്നത് നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ്. നമ്മൾ ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ. ഇന്നൊരു ഫാമിലി കാണാനായിട്ട് വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ടു പോയി, വീഞ്ഞ് തീർന്നു പോയിരിക്കുക. അവിടെ വീഞ്ഞുണ്ടാകണമെങ്കിൽ പരിശുദ്ധി അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്കുക. വചനം കേട്ടാൽ എന്ത് സംഭവിക്കും? കാനായിലെ കല്യാണ വിരുന്നില് സംഭവിച്ചത് സംഭവിക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്ഷ അനുഭവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുക. കൃപ കണ്ടെത്തുവാൻ പറയുക. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവം നിന്നോട് കൂടെ വന്നു. ആഗ്രഹിച്ചു അമ്മ. ദൈവവചനം കേട്ടപ്പോൾ ആ ദൈവിക വചനത്തെ, ആ സാന്നിധ്യത്തെ, ആ സാമീപ്യം അനുഭവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുക, ശുശ്രൂഷിക്കുവാൻ. വചനം അനുസരിച്ച് വചനത്തിലൂടെ ശുശ്രൂഷ നടക്കുക. ദൈവം എന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജോഷുവായിട്ട് ദൈവം പറയുന്നില്ല. ജോഷുവയോട് കാനാൻ ദേശം വിഭജിച്ചു കൊടുക്കാൻ ജോഷുവ ഏൽപ്പിച്ചപ്പം ജോഷുവയോട് ദൈവം പറയുന്നുണ്ട്, മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനകളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. എന്തിനു വേണ്ടിയാ? സ്വന്തം അനുഭവത്തിന് വേണ്ടിയിട്ടല്ല. ഇസ്രായേൽ ജനത്തിന്, താൻ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് കാനാൻ ദേശം ഭാഗിച്ചു കൊടുക്കണമെങ്കിൽ മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും വചനം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്ന എല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണമെന്ന് ജോഷുവായോട് ദൈവം പറഞ്ഞു. ഭാഗിച്ചു കൊടുക്കാനായിട്ട്. അനുഭവിക്കണമെങ്കിലോ
പരിശുദ്ധ അമ്മ ചോദിക്കുന്നത് അനുഭവിക്കണം എന്ത് ചെയ്യണ്ടേ? ഇവിടെ വചനം പറയുന്നുണ്ട്, ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടി. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ഈ വാക്കുകളുടെ, ഈ വചനത്തിന്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു, ധ്യാനിക്കാൻ തുടങ്ങി. ഒരു വചനം കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് ചിന്തിക്കാൻ തുടങ്ങണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനത്തിൻ്റെ അർത്ഥം എന്താ? ഇതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം എന്ത് എന്ന് തിരിച്ചറിയുവാൻ അവൾ ആഗ്രഹിച്ചു. വചനം കേട്ടുപോകുന്നവരായിട്ട് മാറാൻ അല്ല യേശു വചനം പറയുന്നത്. വചനം കേട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ. ഒരു ചെറിയ വചനം കിട്ടിയാലും ആ വചനത്തിൻ്റെ പൊരുളെന്തെന്ന്, അതിൻ്റെ അർത്ഥം എന്തെന്ന് അതാണ് ആഗ്രഹിക്കേണ്ടത്. വചനം പഠിപ്പിക്കുന്നത്. ഈ വചനം കേട്ടവൾ അസ്വസ്ഥ, എന്താണ് ഇതിൻ്റെ ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്ന, നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിന്റെ മേൽ ദൈവം ഭരണം നടത്തുന്നത് പുത്രനിലൂടെയാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഭവനത്തിന്റെ മേൽ, കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ കുറവ് പരിഹരിക്കപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് കേട്ട് അനുസരിച്ച് പ്രവർത്തിച്ചാൽ ആ കുടുംബത്തിന്റെ മേൽ അവൻ ഭരണം നടത്തും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ യേശുവാണ് ഒരു കുടുംബത്തിന്റെ മേൽ ഭരണം നടത്തേണ്ടത്. പക്ഷെ അവൻ പറയുന്നത് കേൾക്കുവാനുള്ള പ്രചോദനം, വചനം കേൾക്കുവാനുള്ള പ്രചോദനം തരുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മൾ ആദ്യം എന്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അമ്മയുടെ അടുത്ത് എന്ന് പറയും, അമ്മേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വീട്ടിലൊരു പ്രശ്നമുണ്ട്. ആത്മീയമായ ഉയർച്ച വരുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോടാ. ഇങ്ങനൊരു പ്രശ്നം നേരിട്ടിരിക്കുക, അമ്മയപ്പോ എന്ത് ചെയ്യും? അമ്മ പ്രചോദനം തരും. അവൻ പറയുന്നത് കേൾക്കുവാനുള്ള ഉൾപ്രേരണ തരുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്, അമ്മയുടെ മധ്യസ്ഥയിലൂടെയാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെയാണ്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ആയിരിക്കുന്നത്. ആഗ്രഹമില്ല. നമ്മുടെ ജീവിതത്തിൽ സഹനം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വചനം കേൾക്കാൻ വേണ്ടിയിട്ടാ. വചനം കേൾക്കാൻ വേണ്ടി സഹനം തരുന്നത്. ഈ സഹനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വചനം കേൾക്കാൻ പോകും. വചനം കേൾക്കുമ്പോൾ ദൈവം അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ആ കുടുംബത്തെ അനുഗ്രഹിക്കുക. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ ധ്യാനിക്കാനായിട്ട് വാഹനം എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഞാൻ അവിടെ കോട്ടയത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി വിട്ടു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബൈക്കിൽ വരണമെന്ന് പറഞ്ഞു. അന്നേരം അവിടെ തിരിച്ചുള്ള മറുപടി, കാറിലാണ് അങ്ങോട്ട് വരുന്നത്. അവൻ്റെ വീട്ടിൽ അവൻ പോയ 5 ദിവസത്തിനുള്ളിൽ അവനൊരു വാഹനം കർത്താവ് ആ കുടുംബത്തിന് കൊടുത്തു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അതിനേക്കാൾ വലിയൊരു അതിശയം എന്താണെന്ന് പറഞ്ഞാൽ, ആ കുടുംബം ഒന്നിച്ച് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്ന കുടുംബം. അപ്പോൾ അവിടെ സംഭവിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ, അവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൗൺസിലിംഗ് സമയത്ത് അവനോട് ചോദിച്ചു, നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആരെ ചോദിക്കുന്നേ? സ്വർഗം ചോദിക്കുക. അവൻ പറഞ്ഞു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോന്ന് ചോദിച്ചു. അതിനുവേണ്ടി കൊടുത്തിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ കൗൺസിലർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക, അവന്റെ വീട്ടിലേക്ക് അവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹനം സ്വർഗത്തിൽ നിന്ന് സ്വന്തമായിട്ട് കൊടുത്തു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പ്രിയരെ, നമ്മുടെ കുടുംബത്തിൽ ദൈവം തരുന്ന അനുഗ്രഹമാണ്. ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ കുടുംബം
ഒന്ന് ചേർന്ന് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ദൈവം പ്രദാനം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബസമേതം ഒന്നിച്ചുള്ള യാത്ര, ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ഒന്നിച്ചു പോകണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരാളെ മാറ്റിവെക്കരുത്. വീട്ടിൽ ഒരാളെ മാറ്റിവെക്കരുത്, മാറ്റിവെക്കാൻ പാടില്ല. എല്ലാവരും ചേർത്ത് വെക്കണം, ഒരുമിച്ച് പോകണം ഒരു വിശുദ്ധ മന്ദിരത്തിലേക്ക്. നമുക്ക് അവധി ദിവസമാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊരു ഒരാളെ കാണാമെന്ന് ചോദിച്ചു. അപ്പം പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. തളർച്ച പറ്റിയിരിക്കുക, ഒരു കൈക്ക് കാലിനൊക്കെ ആയിട്ട് തളർച്ച പറ്റിയിരിക്കുക. പുറത്തൊന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വചനം കേൾക്കാൻ പറഞ്ഞു. അപ്പം സമയമില്ല, വലിയ കാര്യം. ഞാനൊക്കെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വചനം കേൾക്കാനായിട്ട് താല്പര്യം, കാരണം വേറെ വലിയ കാര്യങ്ങളിൽ വ്യാപൃതരാകും. അവസാനം ആ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശരിയാകാതെ വരുമ്പോൾ ആ വാതിലും ദൈവം അടയ്ക്കുമ്പോൾ വചനമാകുന്ന ദൈവത്തെ കേൾക്കുവാനായിട്ടുള്ള സാധ്യത എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടും. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുന്നതിനേക്കാൾ ഉപരിയായ, ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ, ദൈവസന്നിധി ബലി അർപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒന്നും ഈ ലോകത്തിൽ ഇല്ല. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഉപരിയായിട്ടൊന്നുമില്ല. നമ്മൾ ഓട്ടോ എന്തൊക്കെയോ നേടാനുള്ള, എത്ര സഹനം തന്നാലും മനുഷ്യൻ പഠിക്കത്തില്ല. അവരോട്ടോ ഈ സഹനത്തിൽ നിന്നുകൊണ്ട് പിന്നെ ഏതാണ്ടൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹത്തിൽ ഓടുക. കാരണം ദൈവം എന്ന് പറയുക ഒരു സഹനം തരുമ്പോൾ ദൈവം ചെയ്യുന്ന സംഭവം അതിൻ്റെ മേൽ തൻ്റെ മഹത്വം പ്രകടമാക്കും. ആ രോഗത്തിൻ്റെ മേൽ, ആ തളർച്ചയുടെ മേൽ, ആ ഇല്ലായ്മയുടെ മേൽ ദൈവം തൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി പ്രകടമാക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് ഭവനത്തിൻ്റെ മേൽ അവൻ ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രത്യാശയോടെ വിളിക്കാമോ? പ്രതീക്ഷയോടെ വിളിക്കാമോ? മറിയം ദൂതനോട് പറഞ്ഞത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പറയാ, അവിടെ വീണ്ടും പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കാൻ, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കും. ദൈവത്തിന്റെ പരിശുദ്ധിയാണ് നിന്നിൽ ജനിക്കാൻ പോകുന്നത്. ദൈവജനം നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്കാണ്. ഈ വിശുദ്ധ ചാവറപിതാവ് വിശുദ്ധനായത് ദൈവത്തിന്റെ വിശുദ്ധി ചാവറപിതാവില് വെളിപ്പെട്ടപ്പോഴാണ് ഈ ചാവറപിതാവ് വിശുദ്ധനായിട്ട് മാറ്റപ്പെട്ടത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധി തന്നിട്ട് ദൈവപുത്രനാക്കി നമ്മളെ രൂപപ്പെടുത്തുന്ന തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തെയാണ് പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ ഗബ്രിയേൽ ദൈവദൂതൻ വെളിപ്പെടുത്തി കൊടുത്തത്. അമ്മയ്ക്ക് ആഗ്രഹം, ഇത് എങ്ങനെ സംഭവിക്കുന്നത്? ഈ ദൈവവചനം നമ്മളിലേക്ക് എങ്ങനെ വരും? ഈ ദൈവവചനം എങ്ങനെ വെളിപ്പെടും? ആ വചനം ഗർഭം ധരിച്ച് ആ ഒരു പുത്രനെ പ്രസവിക്കും. ആ പുത്രൻ യേശു എന്ന് വിളിക്കപ്പെടും. ദൈവവചനം നമ്മളിൽ ഉരുവാവുകയാണ്. നമ്മുടെ അധരങ്ങളുടെ വരുന്ന ദൈവത്തിന്റെ വചനം അനേകരിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വീടുകൾ പണിത് വിൽക്കുന്ന ഒരു സഹോദരനാണ്. വളരെ കഷ്ടതയില്ല, വീടിനകത്തുനിന്ന് പുറത്തിറങ്ങത്തില്ല. ഒത്തിരി വീടുകൾ വെച്ച് കൊടുത്തു. അവസാനമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നം നേരിട്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഒരമ്മച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ വ്യക്തിയുടെ ഭാര്യയുടെ അമ്മയാണ്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. പരിസരം പെട്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തി വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടുപോയി ധ്യാനിക്കാനായിട്ട് എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. നല്ല സ്ഥലങ്ങളിൽ, നല്ല ഡെലിവറൻസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി ധ്യാനിച്ചോളാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു അവിടെ പോകാനായിട്ട് എനിക്ക് അങ്ങനെ ആ ഒരു മാനസിക അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുറേ ദിവസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിരുന്ന് അരമണിക്കൂർ നേരം ദൈവത്തിൻ്റെ വചനം ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു.
അവസാനം ഞാൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ആ മനുഷ്യൻ ആ സമയത്ത് സൗഖ്യം പ്രാപിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവ സാന്നിധ്യം ആ വ്യക്തിയിൽ പ്രവേശിച്ച് ആ വ്യക്തിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിരിക്കും. കരമേർത്തുന്ന സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ കൊടുക്കാൻ പറ്റണം നമുക്ക്. അത് പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ വെള്ളിയോ സ്വർണ്ണോ സാമ്പത്തികമായിട്ടൊന്നുമില്ല, ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെയൊക്കെ സമീപിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചോണ്ടാ. എന്തെങ്കിലുമൊക്കെ കിട്ടും. പലരും ചോദിക്കും, ഇച്ചിരി ഇതൊക്കെ തരാവോ, എന്തെങ്കിലുമൊക്കെ തരാവോ എന്ന് ചോദിക്കും. പക്ഷെ ചില ആളുകൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് ആത്മപ്രേരണ തരും, ചിലർക്ക് കൊടുക്കരുതെന്ന് പറയും. കാരണം വെള്ളിയോ സ്വർണ്ണോ കൊടുത്തിട്ട് കാര്യമില്ല. നസ്രായനായ യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ ഇവന്റെ മുടന്ത് മാറ്റപ്പെടത്തുള്ളൂ. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പഠിപ്പിച്ചത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, പരിശുദ്ധി അമ്മ പ്രാർത്ഥിച്ച് നേടിക്കൊടുത്തത് ഒന്ന് മാത്രമാണ്: യേശുവിനെ, വചനമാകുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള കൃപയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും കാര്യസാധ്യമോ? കാര്യങ്ങൾ സാധിക്കണത് കുറേ കാശ് കിട്ടണം, കൊടുത്ത് കുറേ പൈസ തിരിച്ചു കിട്ടണം, കുറേ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച വരണം. ഈ സാമ്പത്തിക ഉയർച്ച നിലനിൽക്കണമെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടായാൽ മാത്രമേ സാമ്പത്തിക ഉയർച്ച നിലനിൽക്കത്തുള്ളൂ. ചിലർ ബിസിനസ് നടത്തും, പരാജയപ്പെടും, വീണ്ടും കുറേ ദിവസങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് കണ്ടുപിടിക്കും, അത് വീണ്ടും അത് ചെയ്യും. അത് ബിസിനസ്സിൽ ഇറങ്ങി കഴിയുമ്പോൾ ആ ബിസിനസ് വീണ്ടും വളരും. അതിനുശേഷം അത് വീണ്ടും പൊടുന്നനെ പ്രാർത്ഥന നിൽക്കുമെന്നേരോ പിന്നെ തീഷ്ണമായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങുക. ഈ ബിസിനസ്സിൽ ഇറങ്ങി ഇതെങ്ങനെ വിജയിപ്പിക്കുന്നുള്ള ആ തീഷ്ണതയിൽ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവിക ചൈതന്യം, പ്രാർത്ഥനയുടെ ചൈതന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നതിലൂടെ ഈ ഉണ്ടാക്കിയത് മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. നമുക്ക് ലഭിക്കേണ്ട പരിശുദ്ധാത്മാവ് വരണം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടണം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ പറയുക, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പം അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കപ്പെട്ടു. ശിശു അമ്മയുടെ ഉദരത്തില് വചനം ഉരുവായ നിമിഷം മുതൽ അമ്മയുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു എന്ന് അമ്മയുടെ സ്തോത്രഗീതം നമ്മെ പഠിപ്പിക്കുന്നു. കരങ്ങളെടുത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയും ദൈവവചനം നമ്മളിൽ ഉരുവായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആത്മാവ് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുക. വേറെ ഒന്നുമില്ല, മഹത്വം മുഴുവൻ ജീവിതത്തിലുടനീളം മഹത്വം ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടില്ലേ, ഈ ചേട്ടൻ ഇവിടെ നിന്ന് ആരാധന കൂടുന്ന ചേട്ടനാ, ഈ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടനാ. ചേട്ടൻ എന്താ ചെയ്തേ? ചേട്ടന് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചാൽ വെള്ളം വറ്റുമെന്നുള്ള വിശ്വാസമാണ് ആ സഹോദരന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറി. വിശ്വാസമാ. കുർബാന സ്വീകരിച്ചു, ഈശോയെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്, ത്രിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തന്നെ താൻ പ്രാർത്ഥിച്ച അത് ഫലം ചൂടുമെന്നുള്ള വിശ്വാസത്തിൽ ദേവാലയം പരിസരങ്ങൾ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം മകളുടെ കല്യാണം നടക്കത്തിൽ മാറ്റി വെച്ചോളാം ജനം പറയുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചാൽ മോശ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചാൽ ചെങ്കടലിനെ ഭേദിച്ച് അവിടെ കരഭൂമിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കരഭൂമിയാക്കി തരുവാൻ ദൈവത്തിന് സാധ്യമാണെന്നുള്ള വിശ്വാസത്തിന്റെ കുരിശു വരച്ചപ്പോൾ ജലം വറ്റിയെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയില്ലേ? കരമേർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമാണ് കൃപയായിട്ട് ഒഴുകപ്പെടുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് ദൈവത്തിൽ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. ഒന്ന് കര ഉയർത്താവോ? നിങ്ങൾ കര ഉയർത്തണ്ട, ഞാൻ പറഞ്ഞിട്ട് ഉയർത്തിയാൽ മതി. നമ്മൾ ദൈവത്തിലെങ്കിൽ നമ്മൾ വലിയ സന്തോഷം, നമ്മുടെ ഉള്ളിൽ വലിയ ആനന്ദമാണ്. മുഴുവൻ നേരം നമ്മൾ നിങ്ങളെ ഹൃദയം സന്തോഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർ ഒന്ന് കര ഉയർത്താവോ? ഉണ്ടോ ആരെങ്കിലും? ദൈവത്തിൽ ആനന്ദിക്കുക. അപ്പം നമ്മുടെ ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി.
മറിയം പറയാ എന്തൊക്കെ വന്നപ്പോഴാ? പരിശുദ്ധാത്മാവ് വന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആവസിക്കപ്പെട്ടു, വചനം, ദൈവവചനം ഉള്ളില് ഉരുവായി. പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ മുഴുവൻ സമയവും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ മനസ്സ് മുഴുവൻ നേരം ദൈവത്തിൻ്റെ ആനന്ദത്തിലാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എവിടെയാണെന്ന് ചിന്തിച്ച് നോക്കി. അപ്പൊ വചനം നമ്മൾ ഉരുവാകണം. രക്ഷകൻ നമ്മളില് ദൈവത്തിന്റെ രക്ഷ അത് വചനമാണ്. പ്രലോഭനം വന്നപ്പോഴോ ഈശോ എന്ത് ചെയ്തേ? ഈശോ വചനം ഉപയോഗിക്കുമോ? ദൈവം ആ വചനം അങ്ങ് ദൈവം ചെല്ലുമ്പോ സാത്താൻ പരാജയപ്പെടുന്നു. ഞാൻ ആ വെളിപാടിന്റെ പുസ്തകം നിങ്ങളോട് പറഞ്ഞില്ലേ, 20-ാം അധ്യായത്തിന്റെ 1, 2, 3 വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോ പല ഭവനങ്ങളിലും ദൈവമായ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു ഈ വചനം നിറവേറിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ വചനം ദൈവജനത്തിന് കൊടുത്തുകൊണ്ട് 7 പ്രാവശ്യം അവർ ഭവനങ്ങളിരുന്നുകൊണ്ട് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോ നാരകീയ സർപ്പം ആ ഭവനത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവ് ചിലപ്പോൾ എനിക്ക് തരുന്ന വചനമാണ്. ഞാനിങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മാവ് ചില വചനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തും. ആ വെളിപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറയും. ചില ആളുകൾ ആ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില മദ്യപാനത്തിൻ്റെ, ചില ലഹരി പദാർത്ഥങ്ങളുടെ, ചില കലഹത്തിൻ്റെ, ചില അസൂയയുടെ, ചില സ്വാർത്ഥതയുടെ, ചില ഭിന്നതയുടെ, ചില വിഭാഗീയചിന്തയുടെ, വിദ്വേഷത്തിൻ്റെ ചില നാരകീയ സർപ്പങ്ങൾ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇതാണ് വചനത്തിന്റെ ശക്തി. ഇസ്രായേലിന്റെ പ്രകാശ അഗ്നിയായി ഇടയ്ക്ക് നമ്മൾ പറയുന്ന വചനോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് തന്നിരിക്കുന്ന വചനോ. അത് പ്രാർത്ഥിക്കുമ്പോൾ ചില തിന്മയുടെ സ്വാധീനങ്ങൾ കത്തിച്ചാമ്പലായി പോകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വചനം മുഴുവൻ, അവിടെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല കർത്താവ്. ഈ നെഗറ്റീവായിട്ടുള്ള നാശം പറഞ്ഞതിന് ശേഷം കർത്താവ് അതിൽ നിന്നെല്ലാം വലിയ വിടുതൽ, വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് തരുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കും. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നും, കമ്പിളിപ്പുഴു ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നും, പച്ചക്കുതിര ശേഷിപ്പിച്ചത്, ഇങ്ങനെ മൊത്തം നശിച്ചുപോയിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ, നീ വചനം കേട്ട് പ്രവാചകനിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ആ ദേശത്ത് നിന്ന് തിന്മയെ നീക്കിക്കളഞ്ഞുകൊണ്ട് നിന്റെ ഭവനത്തെ, നിന്റെ കൃഷിയിടത്തെ, നിന്റെ അധ്വാന മേഖലയെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു കാര്യം അവിടെ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. വീണ്ടും അമ്മ പറയുന്നുണ്ട്, തൻ്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. എന്ത് ചെയ്തു? എന്നത്തിനെയാ? വചനം സ്വീകരിക്കാൻ. ആ വചനം സ്വീകരിക്കുവാൻ അമ്മ താഴാഴ്മയോടെ അമ്മ നിന്നു. 10 പ്രമാണം നമ്മൾ അനുസരിക്കുമ്പോൾ ശരീരത്തിന്റെ ചില ബലഹീനതകൾ വിട്ടുകൊടുത്താൽ മാത്രമേ ഈ 10 പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകത്തുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ പ്രമാണങ്ങൾ അനുസരിക്കാനുള്ള കൃപ തരണേ. മൂലപാപങ്ങൾ കർത്താവേ അതെല്ലാം വെളിപ്പെടുത്തി തന്നുകൊണ്ട് ആ മൂലപാപങ്ങളിൽ നിന്ന് മോചനം തരണേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണേ. പ്രാർത്ഥിക്കുക. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈശോ പറഞ്ഞ ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ പോയ പരിശുദ്ധാത്മാവിനെ തരുന്നേ. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീ ചെയ്യുന്നത് പാപമാണെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിത നീതിയായിട്ടുള്ള പ്രവൃത്തിയാണോ നീ ചെയ്യുന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തും. ആര് വരണം? അനീതി പ്രവർത്തിച്ചുകൊണ്ട്, പാപം ചെയ്തുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കണമെന്ന് വിചാരിച്ചാൽ ദൈവാനുഗ്രഹം പ്രാപിക്കപ്പെടത്തില്ല. വചനം അനുസരിക്കണം. ഇത് ദാഹം വേണം. ഇതെങ്ങനെ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരും,
അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യം. ആര് ഉദരത്തിലേക്ക് വരും? യേശു വചനം ഉരുവാകും. ശരീരത്തിലേക്ക് ദൈവത്തിന് ക്രിസ്തു സാന്നിധ്യം ശരീരത്തിൽ വെളിപ്പെടും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, എൻ്റെ വലിയ സ്വർണ്ണമൊന്നുമില്ല, നസ്രായനുണ്ട്, വചനമുണ്ട്, ആ വചനത്തിലെ ശക്തി നിന്നിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോ ആ മുടന്തനായ മനുഷ്യന് യേശു വെളിപ്പെട്ടപ്പോ ആ വ്യക്തി സുഖം പ്രാപിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരത്തിൽ മുടന്തുള്ളവർ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്, നമ്മളായിട്ട് ഇടപഴകുന്നവരുണ്ട്. അവരുടെ മുടന്ത് മാറ്റേണ്ട കടമ നമുക്കുണ്ട് എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ മുടന്ത് മാറണമെങ്കിൽ എന്തൊക്കെ വേണം? പരിശുദ്ധാത്മാവ് വരണം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കപ്പെടണം, ആ വചനമാകുന്ന ദൈവം യേശു നമ്മളിൽ ഉരുവാകണം. യേശുവിനെ കൊടുക്കാൻ പറ്റണം. സൗഖ്യം കിട്ടണം, ഈശോ കൊടുക്കണം. ഈശോ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും സൗഖ്യം പ്രാപിക്കപ്പെടത്തില്ല. ഈശോ കൊടുക്കാൻ പറ്റണം. മറ്റുള്ളവർക്ക് കൊടുത്താലേ മറ്റുള്ളവർക്ക് സൗഖ്യം കിട്ടും. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെല്ലാവരും, വചനം കേൾക്കുന്നവരെല്ലാവരും, അതേത് വംശത്തിൽപ്പെട്ടവരാണെങ്കിലും, വിജാതീയരാണെങ്കിലും, അതേ ഗ്രീക്കുകാരനാണെങ്കിലും, ഏത് വംശത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്, സകല ജനത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാവർക്കും കൊടുത്തു, ഒരാൾക്ക് മാത്രമല്ല, സകല ജനത്തിനും ആത്മാവിനെ കർത്താവ് കൊടുത്തിരിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് പിടികിട്ടുക, നമുക്ക് പിടികിട്ടണം. ഏശയ്യായ്ക്ക് പിടികിട്ടി. ഏശയ്യ എന്ന ജനത്തോട് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹൃദയ കാഠിന്യം മൂലം ഒന്നും മനസ്സിലാകും. അപ്പം നമ്മളെ ഹൃദയ കാഠിന്യം പോകണ്ടേ? അത് പോകണം. ഈശോ കുരിശെ മരിച്ചിട്ട് രക്തം തന്ന ഈ ഹൃദയ കാഠിന്യം മാറാൻ വേണ്ടിയിട്ടാണ്. ഐസ് കട്ട പുറത്തെടുത്ത് വെക്കും, ചൂടത്തോട്ട് വെക്കുമ്പോൾ അലുത്തു പോകുന്നത് പോലെ ഹൃദയ കാഠിന്യം കുറഞ്ഞ് ആ ഹൃദയം മാംസള ഹൃദയമായിട്ട് രൂപാന്തരപ്പെടണം. പാപം ചെയ്ത് വരുന്നതനുസരിച്ച് ഹൃദയത്തിലെ കഠിനത കൂടി വരിക. ക്ഷമിക്കാൻ പറ്റുന്നില്ലെന്നേ, പൊറുക്കാൻ പറ്റുന്നില്ല, ഹൃദയം കഠിനമായിരിക്കുക. അവിടെ എല്ലാം എളിമപ്പെടാൻ തൻ്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു. ഒത്തിരി വിട്ടുകൊടുക്കാതെ, പലതും വിട്ടുകൊടുക്കാതെ സുവിശേഷം പകർന്നു കൊടുക്കുവാൻ ആർക്കും സാധ്യമല്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഈശോയെ കൊടുക്കാൻ സാധ്യമല്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം കൊടുക്കണം, ജീവൻ കൊടുക്കണം, ജീവിതം കൊടുക്കണം. അപ്പോസ്തലന്മാർ ഓടിയില്ലേ? ജീവൻ കൊടുക്കാനായിട്ട് അവർ തയ്യാറായോ? ഈശോയുടെ പിറകെ പോയാൽ അവർ കൊല്ലാൻ സാധ്യതയുണ്ട്. ജീവൻ കൊടുക്കാനായിട്ട് അവർക്ക് അവരുടെ ജീവിതം കൊടുക്കാൻ സാധ്യതയുണ്ട്, ജീവൻ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാര് ഈശോയിൽ നിന്ന് ഓടി അകന്നു. വശത്തിൽ ചാരിക്കിടന്ന യോഹന്നാൻ മാത്രമേ ഉള്ളൂ കാൽവരിയുടെ നിറകയിലെത്തിയുള്ളൂ. ഈശോയുടെ സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തി വക്ഷത്തിൽ ചാരിക്കിടന്ന് ഹൃദയത്തോട് ചേർന്ന് കിടന്നപ്പോൾ ആ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച യോഹന്നാൻ സ്ലീഹ മാത്രമാണ് കാൽവരിയുടെ നിറകയിൽ ചെന്നത്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കണം, ആ സ്നേഹം അനുഭവിക്കണ്ടേ. മറിയ അനുഭവിച്ചിട്ട് പറയാം, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുന്നു, എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മ പറയുക, അവിടെ തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചു. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആനന്ദം കടന്നു വരികയും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സകല തലമുറകളും നിന്നെ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പൊ തലമുറകൾ ഭാഗ്യവതി, ഭാഗ്യവാൻ എന്ന് വിളിക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി. അവിടെ താഴാഴ്മയോടെ നിൽക്കും. വചനത്തിന് മുമ്പിൽ താഴാഴ്മയോടെ നിൽക്കണം, എളിമയോടെ നിൽക്കണം, വചനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കണം. നമുക്ക് കാര്യം എന്താ? ഈ IELTS പാസ്സായാൽ മതി, OET പാസ്സായാൽ മതി, എഞ്ചിനീയറിംഗ് പാസ്സായാൽ മതി. ആരാധനയ്ക്കൊന്നും വരാനായിട്ടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ബ്രദറെ, പൈസ അയച്ചൊന്ന് ആരാധന നടത്താവോ? ഞാൻ പറയും, വാ, ഓടി വാ, എന്നിട്ട് അവിടെ കൊടുക്ക്, എന്നിട്ട് വന്ന് കൂട്. ആർക്ക് സമയമില്ല? ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും സമയമില്ല. പെട്ടെന്ന് എല്ലാ കാര്യം ഭംഗിയായിട്ട് നടക്കണം. പരിശുദ്ധി അമ്മ താഴാഴ്മയോടെ, എളിമയോടെ ദൈവസ്ഥനെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അമ്മ സ്വീകരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, സകല തലമുറകളും തന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ. കരമുയർത്തി നട സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. അവിടുത്തെ നാമം പരിശുദ്ധമാണ്.
അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകളോടും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവഭക്തിയുള്ളവരുടെ മേൽ തലമുറകളിലേക്ക് ദിവ്യ കാരുണ്യ ഭക്തി വ്യാപരിക്കപ്പെടും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അവിടുത്തെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിമയുള്ളവരെ കർത്താവ് ഉയർത്തി. പുറമേയുള്ള എളിമയല്ല, ഹൃദയത്തിൻ്റെ എളിമയുള്ളവരെ മാത്രമാണ് കർത്താവ് ഉയർത്തുന്നതെന്ന് വചനം നമ്മെ ഓർമ്മ. ഇപ്പൊ എവിടെ എളിമ വരണ്ടേ? പുറമേ കാണിക്കുന്ന ഒന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. അതാ പറഞ്ഞു, നിന്റെ വസ്ത്രം അല്ല കീറേണ്ടത്, നിന്റെ ഹൃദയമാണ് കീറേണ്ടതെന്ന് ആ ജോയൽ പ്രവാസികളുടെ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. നിന്റെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. നിന്റെ അധരം കൊണ്ടുള്ളതല്ല ദൈവത്തിന് ആവശ്യം, നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു നിലവിളിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റെടുക്കാം ദൈവസന്നിധിയിൽ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. വിശപ്പ് വേണ്ടേ? എപ്പോഴും വിശപ്പുണ്ടാകണം. വിശിഷ്ട വിഭവം, പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ദാഹം എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ പറയും വെള്ളിയാഴ്ച ഒന്ന് ആയാൽ മതി വചനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ പറയും. വെള്ളിയാഴ്ച ഒന്ന് ആകാൻ നോക്കിയിരിക്കുക വചനം കേൾക്കാനായിട്ട് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ വിശിഷ്ട വിഭവം ഭക്ഷിക്കുവാനുള്ള, പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാനുള്ള ഒരു ആത്മീയ ദാഹം നിന്റെ ഉള്ളിൽ ഉരുവാകണമെന്ന് പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. എല്ലാവരെയും മുൻപിൽ നിൽക്കുന്നവർ നന്നായിട്ട് സ്തുതിച്ച്, അതിൻ്റെ പുറകിൽ നിൽക്കുന്നവർ, അങ്ങനെ പുറകിൽ നിൽക്കുന്നവർ നന്നായിട്ട് സ്വരമുയർത്തി ഉയർത്തി ഉയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോട്ടെ, സകല പീഡകളും വ്യാധികളും നീങ്ങിപ്പോകട്ടെ. കാനായിലെ കല്യാണ വിരുന്ന് സംഭവിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവായ ദൈവത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, പുത്രനിലൂടെ വലിയ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഓരോ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരു കരങ്ങളും മാക്സിമം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കൂടുതൽ പ്രശ്നമുള്ളവര് കൂടുതൽ ഉയർത്തിപ്പിടിച്ച് കൂടുതലായിട്ട് പ്രാർത്ഥിച്ച്, ഈശോ എൻ്റെ കുടുംബത്തില് നാരകീയ സർപ്പം, പൈശാചിക ബന്ധനങ്ങള്, തകർച്ചകള്, കടബാധ്യതകള്, രോഗങ്ങള്, അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, എല്ലാ നിരന്തരമായ പീഡകള്, വ്യാധികളെല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ ഇടപെടണേ. ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അടിക്കടി ഉണ്ടാകുന്ന സാമ്പത്തിക തകർച്ചകള്, ദാരിദ്ര്യം, പട്ടിണി, കടബാധ്യതകള് ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയെല്ലാം അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നിരന്തരമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് സ്വരമുയർത്തി ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്ന ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ദിവസനെ പ്രാർത്ഥിച്ചപ്പോ അമലേക്കരോടുള്ള യുദ്ധത്തില് ഇസ്രായേൽ ജനം ജയിച്ചുകൊണ്ടേയിരുന്നു. മോശയുടെ കൈ എപ്പോ താഴുന്നോ അപ്പോഴെല്ലാം വലിയ പരാജയം നേരിട്ടു എന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മുടെ മധ്യത്തില് ദൈവമായ കർത്താവ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടെ തന്നെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോട് അവന്റെ സന്തതികളോട് എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ച്
പിന്നീട് വീട്ടിലേക്ക് മടങ്ങി ആ കുടുംബം 3 മാസത്തോളം പ്രാർത്ഥനയിൽ മുഴുകിയപ്പോ അനുഗ്രഹിക്കപ്പെട്ടു. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഉച്ചസ്വരത്തിൽ വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സർവശക്തനായവനെ വിളിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സമർപ്പിക്കാം. സമർപ്പണത്തിന്റെ സമയമാണ്. കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ സമർപ്പണം ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഈ അനുഗ്രഹം, ഈ സമർപ്പണത്തിലൂടെ, ഇതിനു മുമ്പ് നടന്ന സമർപ്പണത്തിലൂടെ കർത്താവ് കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിലായിരിക്കുന്ന ഞങ്ങൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഞങ്ങൾ, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ കൃഷിയിടങ്ങളും അധ്വാന മേഖലയും എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് കർത്താവെ, ആ സാന്നിധ്യത്തിൽ നിലനിൽക്കുവാനുള്ള വലിയ ദൈവിക കൃപ ഈ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ശിമെയോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് ഈ ഭവനത്തിൽ, ഈ ആലയത്തിലായിരിക്കുമ്പോൾ ഈ ആലയത്തിൽ ദൈവം കൊടുക്കുന്ന സമൃദ്ധിയിൽ, സമാധാനത്തിൽ, ഐശ്വര്യത്തിൽ നിലനിൽക്കുവാനുള്ള ഈ സമാധാനത്തിൽ എന്നെ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ, ശിമെയോൻ പ്രാർത്ഥിച്ചതുപോലെ, ഈശോയെ കരങ്ങളെടുത്ത് പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ സമാധാനത്തിൽ, ഈ രക്ഷയിൽ, ഈ സുരക്ഷിതത്വത്തിൽ, കർത്താവെ ഈ സമൃദ്ധിയിൽ എന്നെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? ഇവിടെ ഒരു കാര്യം നിങ്ങൾ കാഴ്ച സമർപ്പിക്കാം. ഒരു കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഇവിടെ ഒരു വീട്ടിലൊരു കുടുംബത്തിൽ വലിയ അനർത്ഥങ്ങൾ സംഭവിച്ചു. വലിയ അസ്വസ്ഥതകളും വലിയ പീഡകളും പല തരത്തിലുള്ള സംഭവങ്ങളും നടക്കുമ്പോൾ ആ വീട്ടിലുള്ളവർ കുറച്ച് പേര് ഉണർന്ന് അവർ ഒരു 3-4 ധ്യാന മന്ദിരങ്ങളിൽ പോയി വചനം കേട്ടു, ദൈവമായ കർത്താവിനെ ആരാധിച്ചു. അത് വെള്ളിയാഴ്ചകൾ ഇവിടെ വരും. അതിനുശേഷം ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ ഒരു 3-4 സ്ഥലത്ത് ആ പ്രശ്നം വരുന്ന സമയത്ത് പോയി അവർ വചനം കേട്ടുകൊണ്ടിരുന്നുള്ളതാണ് സത്യം. തുടർച്ചയായിട്ട് ഇവിടുന്ന് വചനം കേട്ടാൽ അടുത്ത് പോകുന്നത് ഡിവൈനിലായിരിക്കും, ഡിവൈനിൽ നിന്ന് അടുത്തത് അട്ടപ്പാടി പോയി, അത് കഴിഞ്ഞ് അങ്ങനെ പല 3-4 സ്ഥലങ്ങളിൽ അവർ പോയി ധ്യാനിച്ചു, വചനം കേട്ടു എന്നുള്ള സത്യം. അങ്ങനെ കേട്ടതിന് ശേഷം അവർ പ്രാർത്ഥനയിൽ മുഴുകി, വചനത്തിൽ മുഴുകി എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ വീട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അപ്പോൾ വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെടും. ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ തൊട്ട് ഇന്ന് നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് പോവുക. അമ്മയുടെ ജനന തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതി ആഘോഷിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ വചനം വായിച്ച് ധ്യാനിച്ച് ശുശ്രൂഷയിൽ മുടങ്ങാതെ വന്ന് പങ്കെടുത്ത് നല്ലൊരു പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ ഭവനങ്ങൾ ആയിരിക്കാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നാഥനെന്റെ കൂടെയുള്ളതിനാൽ എല്ലും ഞാൻ പതറുകയില്ല, എല്ലും ഞാൻ പതറുകയില്ല, എല്ലും ഞാൻ കുലുങ്ങുകയില്ല.
ചേർന്ന് തന്റെ സ്നേഹം കൂടെയുണ്ട്. ഈശോയെ ഉള്ളിൽ ഭാരമേറിടുമ്പോൾ ദൈവമേ എന്റെ സ്നേഹം കൂടെയുണ്ട്. യേശുവേ വരും കാലമോർത്തു ഞാൻ ഉലകിൽ നിന്നെ കാത്തു കാത്തിരിപ്പോ. ശക്തിയോടെ വരും കാലമോർത്തു ഞാൻ ഉലകിൽ നിന്നെ കാത്തു കാത്തിരിപ്പോ. എല്ലും ഞാൻ പകരുകയില്ല, എല്ലും ഞാൻ കുലുങ്ങുകയില്ല. വിശ്വാസത്തോടെ എല്ലും ഞാൻ പകരുകയില്ല, എല്ലും ഞാൻ കുലുങ്ങുകയില്ല. എല്ലും ഞാൻ പകരുകയില്ല, എല്ലും ഞാൻ കുലുങ്ങുകയില്ല. മുട്ടുമേലാകാം. യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ദേവാലയം, പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ മന്ദിരം. നമുക്ക് ഈശോയെ ആരാധിക്കാം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതു മതി നാഥ, ഇതു മതി നാഥ, ഇതു മതി നാഥ, ഇതു മതി നാഥ. നിൻ കാരുണ്യം മതി നാഥ, ദിവ്യ കാരുണ്യം മതി നാഥ, ദിവ്യ കാരുണ്യം മതി നാഥ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ദൈവമേ ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഈശോയെ അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ദൈവമേ ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഈശോയെ ഇതിലും വലുതാ ദൈവമേ വേറെന്തുള്ളൂ, ഇതിലും വലുതാ ഈശോയെ വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം, ദൈവമേ ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. തങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇതു മതി നാഥ, സ്വരമുയർത്തി ഇതു മതി നാഥ, ഇതു മതി നാഥ, ദൈവത്തിന്റെ കാരുണ്യം ഇതു മതി നാഥ. ഈശോയെ നിൻ കാരുണ്യം മതി നാഥ, ദിവ്യ കാരുണ്യം മതി നാഥ, ഈശോയെ ദിവ്യ കാരുണ്യം മതി നാഥ. ഈശോയെ കർത്താവിന്റെ കാരുണ്യം, ദൈവത്തിന്റെ കരുണ ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുകയും കുത്തിമുറിവേൽപ്പിച്ചവനെ സുഖപ്പെടുത്തിയ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം. കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കും. താടിമീശ വലിച്ചു പറിച്ചവരോടും കവിളത്ത് തുപ്പിയവരോടും മരക്കുരിശ് തോളിൽ എടുത്തു വച്ചവരോടും മുൾക്കിരീടം ശിരസിലേക്ക് അമർത്തിയവരോടും വസ്ത്രങ്ങൾ ഭാഗിച്ചെടുത്തവരോടും
തന്നെ നഗ്നരാക്കിയവരോടും മൂന്നാണികളാൽ കുരിശിൽ തറച്ചവരോടും നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവരോട് കരുണയായിരിക്കണമേ എന്ന്, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വജീവൻ സമർപ്പിച്ച ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം. ദൈവജനം പ്രാർത്ഥിച്ച് ഈശോയെ കുത്തിമുറിവേൽപ്പിച്ചവരോടും താടിമീശ വലിച്ചു പറിച്ചവരോടും കവിളത്തടിച്ചവരോടും മുൾക്കിരീടം മെനഞ്ഞ് ശിരസിൽ വെച്ചു കൊടുത്തവരോടും കുരിശുണ്ടാക്കി തോളിലേക്ക് വെച്ച് ആ കുരിശ് വഹിക്കുവാൻ നിർബന്ധിച്ചവരോടും നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ബലിയർപ്പിച്ച കർത്താവിൻ്റെ സ്നേഹമാണ് അവരുടെ പാപങ്ങൾക്ക്, ഞാനും നിങ്ങളും ചെയ്ത മുഴുവൻ പാപങ്ങൾക്ക് പരിഹാര ബലിയർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ രക്ഷ എനിക്ക് നേടിത്തന്ന, നിങ്ങൾക്ക് നേടിത്തന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? മുട്ടുമേൽ നിന്നുകൊണ്ട് സകല പാപങ്ങളും ഈശോയെ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ തലമുറ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സകല വൈശാചിക ബന്ധനങ്ങളും ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ ഭൂമിയിൽ ചെയ്തു പോയിരിക്കുന്ന ചില അകൃത്യങ്ങള് പാപങ്ങൾ മൂലം കുടുംബത്തിന്റെ മേല് ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ, ഭവനത്തിന്റെ മേല്, കൃഷിയിടങ്ങളുടെ മേല്, അധ്വാനങ്ങളുടെ മേല് ഏതെങ്കിലും തരത്തില് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ, കർത്താവിന്റെ ആ കാൽവരിയുടെ ആ കരുവിലർപ്പിച്ച പരിശുദ്ധമായ ബലി ഇവർ ചെയ്തതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് അർപ്പിച്ച പരിശുദ്ധമായ ബലിയിലൂടെ ഒഴുകിയിറങ്ങിയ ആ ദൈവീക രക്തത്താൽ സ്ഥലങ്ങള്, വസ്തുക്കള്, കൃഷിയിടങ്ങള്, തലമുറകള്, ശുദ്ധീകരണ സ്ഥലത്തില് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും കർത്താവിന്റെ കരുണ ഇതാ വ്യാപരിക്കപ്പെടുന്നു. മുട്ടുമേൽ നിന്നുകൊണ്ട് കരമുയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ദിവികാരണീശോയുടെ മുമ്പിലേക്ക് കരം നീട്ടിപ്പിടിച്ച് ഈശോയേന്ന് വിളിച്ച് പരിശുദ്ധ കുർബാനയിലോ തിരുവോസിയിലോ മറഞ്ഞിരിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിച്ച് അനുഗ്രഹിക്കപ്പെടുന്നു. ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഈശോയെ, ഞങ്ങൾ ചെയ്ത പാപങ്ങള്, ഞങ്ങളുടെ പൂർവികര പിതാക്കന്മാര് ചെയ്തു പോയിട്ടുള്ള പാപങ്ങള് കൃഷിയിടങ്ങളുടെയോ അധ്വാന മേഖലയുടെയോ അഭിവൃദ്ധിക്ക് തടസ്സമായിട്ട് കാരണമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലോ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള യേശുവിന്റെ വചനത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാല് എല്ലാ മാലിന്യങ്ങള്, എല്ലാ പൈശാചിക ബന്ധനങ്ങള്, അന്ധകാര ശക്തികള് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ രക്ഷകനായ യേശുവിനെ വിളിക്കുന്നു. ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും, ദൈവമേ പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും, ദൈവമേ പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറിലിനിയും ഞാനാ മാർവിൽ നിന്നും, മാറിലിനിയും ഞാനാ മാർവിൽ നിന്നും. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് മതി നാഥ, ഇത് മതി നാഥ, ഇത് മതി നാഥ, ഇത് മതി നാഥ, നിൻ കാരുണ്യം മതി നാഥ, ദിവ്യകാരുണ്യം മതി നാഥ, യേശുവേ, വിളിക്കുന്നു. യേശുവേ
വിശ്വാസത്തോടെ വിളിക്കുന്നു. ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ 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 ആരാധന. ദൈവമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ നിന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളാൽ സൗഖ്യം പ്രാപിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഈ വചനത്തിൻ്റെ സാന്നിധ്യം സാമീപ്യം അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ആ ഒരു വലിയ അഭിഷേകം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആഗ്രഹിച്ചു. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും ആഗ്രഹിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തണം, ദൈവമഹത്വം എന്നെ വെളിപ്പെടണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് ദൈവത്തിൽ ആനന്ദിക്കണം. കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. പരിശുദ്ധയമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അമ്മ പറഞ്ഞ വചനങ്ങളാണ് ഇവയെല്ലാം. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഞാൻ ഭാഗ്യവാനും ഭാഗ്യവതിയുമായിട്ട് മാറണമെങ്കിൽ എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ മനസ്സ് എപ്പോഴും രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കണം. ആഗ്രഹിച്ച്, കണ്ണടച്ച് ആഗ്രഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ആനന്ദത്തിലേക്ക് എൻ്റെ മനസ്സ് പ്രവേശിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും ആനന്ദത്തിലാണ്. ദൈവിക ആനന്ദം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒരു ദൈവവേദന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ, ദൈവജനം ഒരു വ്യക്തിയിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ അവന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധ്യമാകാത്തത്? ദൈവവചനം ഉരുവാകാത്തത് കൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താ? അവിടെ നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ എളിമപ്പെടുന്നില്ല. തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടെ നിന്ന് കടാക്ഷിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഉറപ്പ് അമ്മ പറയാം, തലമുറകൾ പറയും ഇവളൊരു ഭാഗ്യവതിയാണെന്ന്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, അത്യുന്നതനായ ദൈവത്തെ സ്വീകരിച്ചു, അത്യുന്നത ദൈവത്തിന്റെ ശക്തി സ്വീകരിച്ചു, ദൈവവചനത്തെ സ്വീകരിച്ചു. അപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. താഴാഴ്മയോടെ നിന്ന് വചനം സ്വീകരിക്കുവാൻ തയ്യാറാക്കി. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ, വചനം നിന്നിൽ ഉരുവാകുമ്പോൾ, നീ തലമുറകൾ നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൽ ആനന്ദിക്കുവാനുള്ള ഉന്നതമായ ഒരു അഭിഷേകം ഞങ്ങൾക്ക് കിട്ടുവാൻ പരിശുദ്ധ അമ്മേ
ഈ മണിക്കൂറുകളിൽ ഈശോ പറയുന്നത് കേട്ട് ദൈവവചനം കേട്ട് അത് പാലിക്കുവാൻ, അത് എളിമയോടെ സ്വീകരിക്കുമ്പോൾ ദൈവ മഹത്വം നമ്മളിൽ വെളിപ്പെടും. സകല തലമുറകളും ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങളുടെ അപ്പച്ചൻ ഭാഗ്യവാനായിരുന്നു, ഭാഗ്യവതിയായിരുന്നു എന്ന് അവർ വിളിച്ചു പറയും. കരങ്ങൾ ഉയർത്തി, ഞാനൊരു ഭാഗ്യവാനാണോ, ഭാഗ്യവതിയാണോ? ഇല്ലെങ്കിൽ കർത്താവ് നിന്നെ ഭാഗ്യവാനും ഭാഗ്യവതിയാക്കി ഈ മണിക്കൂറിൽ, ഈ നിമിഷങ്ങളിൽ രൂപാന്തരപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുക. സ്വലോകരാജ്ഞിയാം ദൈവമാതാവേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണേ. സ്വലോകരാജ്ഞിയാം ദൈവമാതാവേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണേ. ഏലീശായെ ശുശ്രൂഷിച്ചവളെ, ശുശ്രൂഷാവരം എനിക്കായി വാങ്ങി തന്നിടണേ. ഏലീശായെ ശുശ്രൂഷിച്ചവളെ, ശുശ്രൂഷാവരം എനിക്കായി. കരങ്ങൾ ഉയർത്തിയടിച്ച് ചേർന്ന് പാടാം. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലൂടെന്നും ഈശോയിലെത്തിച്ചേരാ. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലൂടെന്നും ഈശോയിലെത്തിച്ചേരാ. കരമടിച്ചു പാടാം, സ്വരമുയർത്തി പാടാം, സർവശക്തിയോടെ പാടി ആരാധിക്കും. ഈശോയെ ഉദരത്തിൽ വഹിച്ചവളെ, നിന്നീലമേലങ്കിയാൽ എന്നെ പൊതിയണമേ. ഈശോയെ ഉദരത്തിൽ വഹിച്ചവളെ, നിന്നീലമേലങ്കിയാൽ എന്നെ പൊതിയണമേ. ദൈവത്തിനായി സുതനെ കാഴ്ചവച്ചവളെ, എന്നെയും തിരുമുൻപിൽ കാഴ്ചയേകണമേ. ദൈവത്തിനായി സുതനെ കാഴ്ചവച്ചവളെ, എന്നെയും തിരുമുൻപിൽ കാഴ്ചയേകണമേ. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലൂടെന്നും ഈശോയിലെത്തിച്ചേരാ. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലൂടെന്നും ഈശോയിലെത്തിച്ചേരാ. അപ്പോസ്തലന്മാരിൽ വെളിപ്പെട്ടതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ശുശ്രൂഷകളിൽ അവിടെ ചുനയാകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, അനേക മക്കളിലേക്ക് ഈ ദൈവിക അഭിഷേകം ഓരോ ദിവസങ്ങളിൽ വ്യാപരിക്കപ്പെടുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, അനേക മക്കളെ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ ഞങ്ങളങ്ങേ ഒരിക്കൽ കൂടി അമ്മമാതാവിനോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കാണാതായ യേശുവിനെ തേടി നടന്നവളെ, യേശുവിനെ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണേ. ചേർന്ന് പാടാമോ? കാണാതായ യേശുവിനെ തേടി നടന്നവളെ, യേശുവിനെ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവാൽ പൂരിതയായവളെ, ആത്മാഭിഷേകം നിറയാൻ എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവാൽ പൂരിതയായവളെ, ആത്മാഭിഷേകം നിറയാൻ എന്നെ സഹായിക്കണേ. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലൂടെന്നും ഈശോയിലെത്തിച്ചേരാം. അമ്മയോടൊത്തു ചേർന്ന്
ഈശോയെ ആരാധിക്കാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയോടൊത്തു ചേർന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. 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 വലിയ ദിവ്യ സ്നേഹത്തിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. അമ്മയിലുടങ്ങും ഈശോയിലെത്തിച്ചേരാം. യേശുനാമത്തിലെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ അനുഭവിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി, മഹത്വപൂർണനായ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിവിടെ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവമഹത്വം നമ്മളിലേക്ക് കടന്നു വരണം. കണ്ണുകളടച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അമ്മയൊന്ന് ധ്യാനിച്ച മനസ്സിൽ ഈശോയെന്ന് ധ്യാനിച്ച് ആ 12 സ്ലീഹന്മാർ ആ ഭവനത്തിൽ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. അവരെല്ലാം ഉണ്ടായിരുന്നു. മാതാവ് ഉണ്ടായിരുന്നു, ഈശോ ഉണ്ടായിരുന്നു, ഈശോയുടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവിടെയാണ് വലിയ അത്ഭുതം സംഭവിച്ചത്. അവിടെയാണ് അപമാനം നീക്കപ്പെട്ടത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അപമാനങ്ങൾ കടന്നു വന്നൊക്കെ മാറ്റപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയലുണ്ടെങ്കിൽ അതിന് അപമാനമില്ല. ഈശോയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഈശോയുടെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അപമാനം കടന്നു വരത്തില്ല. സ്ലീഹന്മാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഭവനത്തിൽ അപമാനമില്ല. അവരെല്ലാം അവൻ പറയുന്നത് കേൾക്കും, വചനം കേൾക്കും, അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ വലിയ അനുഗ്രഹം ഉണ്ടാവും. അപ്പം അമ്മയെ വേണം നമ്മുടെ ഭവനത്തിൽ. സ്വന്തം അമ്മയെപ്പോലെ അമ്മയെ സ്നേഹിക്കണം. വീട്ടിലിരുന്ന് ഓരോ പ്രാർത്ഥനയും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാവണം. അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അമ്മയെ സ്നേഹിച്ച് സ്വന്തം അമ്മയായിട്ട്, യോഹന്നാനെ, ഇനി മുതൽ ഇതാണ് നിന്റെ അമ്മ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുടെ അമ്മ പരിശുദ്ധ അമ്മയാണ്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദനയുടെ മധ്യത്തിൽ യോഹന്നാന് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു. പരിശുദ്ധ അമ്മയെ യോഹന്നാനും കൊടുത്തു. ആരെല്ലാം ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ മകനാണ്, മകളാണെന്ന് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എന്നോടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിച്ച് മക്കളെ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ച്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, കുരിശിൽ കിടക്കും. ഈശോ പറഞ്ഞതാ, പെറ്റമ്മ നിന്നെ മറക്കും, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയെ അമ്മയായിട്ട് വേദനയുടെ മധ്യത്തിൽ നമുക്ക് നൽകിയ മിശിഹായുടെ നമ്മോടുള്ള അനന്തമായ സ്നേഹം. അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ ആ സ്വർഗീയ മഹത്വമാക്കി
നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ അവിടുന്ന് മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹൃദയപൂർവ്വം അമ്മയെ സ്നേഹിക്കാം. അമ്മ മാതാവേ, ശുദ്ധീകരണ സ്ഥലത്തെ തിരിച്ചറിവില്ലാത്ത ഒത്തിരി ആത്മാക്കൾ വേദനിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരോടെല്ലാം പുത്രനിലൂടെ കരുണ ലഭിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കാരുണ്യത്താൽ അവൻ്റെ ശരീരമാകുന്നവരിലൂടെ നവീനവും സജീവമായ ഒരു പാത ദൈവപിതാവ് ഒരുക്കിയിട്ടുണ്ട്. ആ പാതയിലൂടെയാണ് ഓരോ മകനും മകളും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. ആ പാത പരിശുദ്ധ കുർബാനയാണ്. അത് യേശുവാണ്, അവിടുത്തെ ശരീരമാണ്. ആ രക്തത്താൽ ആ ശരീരത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ആ രക്തത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ പാപങ്ങളും പാപമാലിന്യങ്ങളും കഴുകപ്പെടുകയാണ്. ഓരോ അനുദിന ബലിയിലൂടെ ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഓരോ ബലിയർപ്പണവും, ഓരോ ബലിയും നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകൻ കടന്നു വരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ശരീരത്തിലൂടെയാണ്, ആ രക്തത്തിലൂടെയാണ്, ആ ജീവനിലൂടെയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കപ്പെടുന്നത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആ വലിയ അഭിഷേകം സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പരിശുദ്ധ കുർബാനയാണ്, യേശുവെന്ന അധികാരമുള്ള നാമമാണ്. ഈ നാമത്തെ നമുക്ക് ആരാധിക്കാം പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സർവശക്തിയോടെ. ഈ സർവശക്തനെ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും ഇസ്രായേലിൻ്റെയും പരിശുദ്ധനായ ദൈവം, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം, മരുഭൂമിയിലൂടെ 40 സംവത്സരം നയിച്ച ദൈവം, കരകവിഞ്ഞൊഴുകുന്ന ജോർദാനെ വിഭജിച്ച ദൈവം, തേനും പാലൊഴുകുന്ന കാനാൻ ദേശത്ത് തനക്ക് അർഹമായ സ്ഥലം കൊടുത്ത് വിഭജിച്ചു കൊടുത്ത് ആ വിഭജനത്തിലൂടെ അനുഗ്രഹം നേടിയെടുത്ത ഇസ്രായേൽ ജനം ആ വിഭജിക്കപ്പെട്ടതൊന്ന് നേടിയെടുക്കുക. ജോഷുവ വിഭജിച്ചുവെങ്കിൽ പൗരോഹിത്യത്തിലൂടെ ഇന്ന് കാനാൻ ദേശം നമുക്ക് അർഹമായത് ദൈവം വിഭജിച്ചു തന്നുകൊണ്ട് ഓരോ മകനെയും മകൾക്കും അവിടുന്ന് പരദീസ കാനാൻ ദേശം നൽകിക്കൊണ്ട് ദൈവം ഇന്ന് അനുദിന ബലിയിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി ആരാധിക്കാം. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം, 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. ഇരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. സത്യോടെ തിബേരിയോസ് കടൽ തീരത്ത് പെയ്തിറങ്ങിയ ദൈവത്തിന്റെ കാരുണ്യം, സിഹിയോൻ ഒട്ടുശാലയില് പെയ്തിറങ്ങിയ ദൈവത്തിന്റെ കാരുണ്യം, കാൽവരിയുടെ നെറുകയില് മരക്കുരിശിൽ കിടന്നുകൊണ്ട് ദൈവജനത്തിന്റെ മേല് പെയ്തിറങ്ങിയ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, ഒത്തിരി സ്നേഹത്തോടെ ദൈവമായ കർത്താവിനെ പാടി ആരാധിക്കുന്നു. ദിവ്യകാട്യ യേശുവിനെ
പാടി ആരാധിക്കുന്നു. സഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, ചേർന്ന് പാടിക്കേ. കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം. സഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. കരമൊളി കത്തിയടിച്ച് കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ പകരണമേ ഞങ്ങളിപ്പോൾ പകരണമേ, പകരണമേ പകരണമേ ഞങ്ങളിപ്പോൾ പകരണമേ. കരമടിച്ചു. സഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. ഹല്ലേലൂയ 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 ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് ഈശോയെ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി മുട്ടുമ്പോലാകാം. സന്നദ്ധയിൽ നമുക്ക് മുഴുവൻ സമർപ്പിക്കാം. എല്ലാ നിയമങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയെ സമർപ്പിക്കാം. ഇതിന് ശേഷം 6 മണി മുതൽ 9 മണി വരെ പാലാരൂപതയുടെ രത്നഗിരി പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ വചന ശുശ്രൂഷയിലും ആരാധനയിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥവും, സ്നേഹന്മാരുടെ മധ്യസ്ഥവും, വിശുദ്ധ ജാവർ പിതാവിൻ്റെ മധ്യസ്ഥവും, ഇതെല്ലാം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുക എന്നത് ശുശ്രൂഷ മുഴുവൻ ആഗ്രഹിക്കാം. രാത്രി 9 മണി വരെയുള്ള ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷ എന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൂടെയായിരിക്കുന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലൈവ് ശുശ്രൂഷ നടത്തുന്ന ശുശ്രൂഷകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ളവർ, അവരുടെ ഭവനം, അവരുടെ കുടുംബത്തിലായിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവരെയും, വൈദിക വിദ്യാർത്ഥികൾ, പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന നിരവധിയായ ആളുകൾ, എല്ലാവരും ഓർത്ത് ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും ഈശ്വര സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദൈവിക ഇടപെടലായിട്ട് പ്രാർത്ഥിക്കാം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
ദൈവവചനം എല്ലാം നിറവേറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സം നേരിടുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, ജോലി തടസ്സം നേരിടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, പല വിധത്തിലുള്ള രോഗാവസ്ഥയിൽ കഴിയുന്നവർ, വസ്തു വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ, വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയോട് ഇന്നോളം ചേർന്ന് നിന്ന മുഴുവൻ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. ശുശ്രൂഷകരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ആരെല്ലാം ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ചിട്ടുണ്ടോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ മേലെല്ലാം ദൈവാത്മാവ് വ്യാപരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കും. ഈ ശുശ്രൂഷയെക്കുറിച്ച് എതിരായിട്ട് സംസാരിക്കുന്നവർ ഇവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കും. ഇതിൻ്റെ നാശം ആഗ്രഹിക്കുന്നവർ, ഇത് നിന്നുപോകാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരിലും ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പുത്രനിലൂടെ ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പുത്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉപദ്രവിച്ചവർ, വേദനിപ്പിച്ചവർ എല്ലാവരും അനുഗ്രഹിക്കണം ഈശോ എന്ന് പ്രാർത്ഥിക്കും. നമ്മളെ അവമാനിച്ചവർ, നിന്ദിച്ചവർ, ആരെല്ലാം നമുക്കെതിരായിട്ട് പരദൂഷണം പറഞ്ഞു വരുത്തിയിട്ടുണ്ട് അവരെല്ലാം ഓർത്ത് ദൈവസ്ഥാനം നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കും. ഈ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ അനുഗ്രഹിക്കണേ, സമൂഹത്തെ അനുഗ്രഹിക്കണേ. ഇവിടെ ആയിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും നിയോഗങ്ങൾ ഈശോ അങ്ങ് അറിയുന്നു. അവരുടെ വേദനകൾ അറിയുന്നു, അവരുടെ ദുഃഖങ്ങൾ അറിയുന്നു, അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അതെല്ലാം ഈശോ ഏറ്റെടുക്കുക. ഈശോ സകലത ഏറ്റെടുക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോ എന്നെ ഒന്ന് തൊടാവോ. രക്തസ്രാവക്കാരെ ആഗ്രഹിച്ചില്ല, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് എന്ന് ആഗ്രഹിച്ചുള്ളൂ. അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടില്ല, വിളിമ്പിലൊന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. കുഷ്ഠരോഗി നിലവിളിച്ചുള്ളൂ, കരഞ്ഞേ ഉള്ളൂ. അന്ധനായ ബർത്തമേസ് നിലവിളിച്ചേ ഉള്ളൂ, കരഞ്ഞേ ഉള്ളൂ. അവരുടെ മേലൊക്കെ കർത്താവ് കരുണ കാണിച്ചു. മരിച്ച ബാലികയോട് കർത്താവ് കരുണ കാണിക്കുക. അമ്മയുടെ നിലവിളി, കണ്ണുനീര് കർത്താവിനെ കാണാൻ പറ്റത്തില്ല. ദൈവസ്ഥാനത്തിൽ ആരെല്ലാം കരയുന്നുണ്ടോ, ആരെല്ലാം തൻ്റെ പ്രശ്നങ്ങൾ മുന്നിൽ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കുന്നുണ്ടോ, കർത്താവിന് സഹിക്കത്തില്ല മക്കളെ. അതെല്ലാം ഈശോ ഏറ്റെടുക്കാൻ സന്നദ്ധരാണ്. പിതാവ് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജനം മുഴുവൻ രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ അരുമസുതനെ പാപപരിഹാര ബലിക്കായിട്ട് ദൈവം വിട്ടുകൊടുത്തത് ഞാനും നിങ്ങളും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. യേശുവിലൂടെ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അരുമസുതനെ ഞാനും നിങ്ങളും ശരീരം കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ, ഹൃദയം കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ, ബുദ്ധിയും ഇടയിലൂടെ ചെയ്തു പോയിരിക്കുന്ന ചില പാപാവസ്ഥകൾ അവയെല്ലാം ഏറ്റെടുത്തപ്പോ വലിയ മുള്ള് കൊണ്ട് മെനഞ്ഞെടുത്ത മുൾക്കിരീടം അവൻ്റെ ശിരസിലേക്ക് വെച്ച് അമർത്തി അത് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്താഗതികളെയും അവിടുന്ന് നവീകരിച്ചു. ആ പാപങ്ങളും അവൻ ഏറ്റെടുത്തു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പടയാളി വന്ന് അവന്റെ ചങ്കില് കുന്തം കൊണ്ട് കുത്തി തുറക്കുമ്പോ ആ രക്തത്താൽ കഠിന ഹൃദയങ്ങള് മാംസുല ഹൃദയമായിട്ട് രൂപാന്തരപ്പെട്ടു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുകയാണ്. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചകളിലും വരുന്ന ചേച്ചിയാ, ആ ചേച്ചിയുടെ ശരീരത്തിൽ മാരകമായ ക്യാൻസർ. മനെ വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം തരുന്ന ചില സഹനങ്ങൾ ദൈവം ഏറ്റെടുത്തുകൊണ്ട് അത് സൗഖ്യമായി
രക്ഷാകരമായി ദൈവം മഹത്വമായിട്ട് ദൈവം മാറ്റുമെന്ന് ഉറപ്പ് കൊടുത്തു. മക്കള് പ്രാർത്ഥിച്ച്, സഹനം മുഴുവൻ രക്ഷാകരമാണ്. അവൻ സഹിച്ചു മേടിച്ചുവെങ്കിലോ എൻ്റെ സഹനത്തെ ദൈവത്തിൻ്റെ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വന്ന് ഞാനും നിങ്ങളും സൗഖ്യം പ്രാപിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ദൈവത്തെക്കാൾ ഉപരിയായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. നാം ദൈവത്തെ സ്നേഹിക്കുക, അതിനുപരിയായിട്ട് മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച ഈശോയെ, അങ്ങേ മാത്രം ഈ ലോകത്തിലുള്ള ഒരു സൃഷ്ടവസ്തുക്കളെയും സ്നേഹിക്കാൻ സാധിക്കാത്ത രീതിയിലോ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആ വലിയ ആഴമേറിയ സ്നേഹത്തിൻ്റെ ആ പരിമളം എന്നിലേക്ക് വന്നു നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഇരു കരങ്ങള് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? പാപങ്ങൾ മറക്കുന്നവനെ വിളിക്കാമോ? പാപങ്ങൾ പൊറുക്കുന്നവനെ വിളിക്കാമോ? പാപത്തിന്റെ ശിക്ഷാവിധി ഏറ്റെടുത്തവനെ വിളിക്കാമോ? ആ ശിക്ഷാവിധി തന്നെ നിങ്ങളെ സ്വതന്ത്രമാക്കിയവനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒന്നു തൊടുമോ നാഥ, ഞാനാ പാദചൂഢം സുഖമാകാം. ഒന്നു തൊടുമോ നാഥ, ഞാനാ പാദചൂഢം സുഖമാകാം. ഒന്നു തലോടുമോ നാഥ, എൻ്റെ മനസ്സിൻ്റെ വേദനയകറ്റാൻ, എൻ്റെ മനസ്സിൻ്റെ വേദനയകറ്റാൻ. ഒന്നു തലോടുമോ നാഥ, എൻ്റെ മനസ്സിൻ്റെ വേദനയകറ്റാൻ, എൻ്റെ മനസ്സിൻ്റെ വേദനയകറ്റാൻ. ഒന്നു തൊടുമോ നാഥ, ഞാനാ പാദചൂഢം സുഖമാകാം. ബത്സയിദാ കുളക്കരയിൽ ആർത്തനായി ഞാൻ കിടന്നു. ബത്സയിദാ കുളക്കരയിൽ ആർത്തനായി ഞാൻ കിടന്നു. തൊടുവാനായി ആരുമേ എൻ അരികിൽ വന്നില്ല. തൊടുവാനായി ആരുമേ എൻ അരികിൽ വന്നില്ല. നാഥനൻ അരികിലണഞ്ഞപ്പോ ഞാനൊരു നവസൃഷ്ടിയായി. നാഥനൻ അരികിലണഞ്ഞപ്പോ ഞാനൊരു നവസൃഷ്ടിയായി. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. ഒന്നു തൊടുമോ നാഥ, ഞാനാ പാദചൂഢം സുഖമാകാം. ജെറിക്കോ പടിവാതിലിൽ അന്ധനായി ഞാൻ അലഞ്ഞു.
എരികോ പടിവാതിലിൽ അന്ധനായി ഞാൻ അലഞ്ഞു, യാചകനായി ഞാൻ കേണിടുമ്പോ, യാചകനായി ഞാൻ കേണിടുമ്പോ കാഴ്ച നിറച്ചവൻ നാഥൻ എൻ്റെ ഉൾക്കണ്ണു തുറന്നുവല്ലോ. കാഴ്ച നിറച്ചവൻ നാഥൻ എൻ്റെ ഉൾക്കണ്ണു തുറന്നുവല്ലോ. ഒന്നു തൊടുമോ നാഥ ഞാനാ പാദചൂഡം സുഖമാകാം. ഒന്നു തലോടുമോ നാഥ എൻ്റെ മനസ്സിൻ്റെ വേദനയകറ്റാൻ, എൻ്റെ മനസ്സിൻ്റെ വേദനയകറ്റാൻ. യേശുവേ യേശുവേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ സുഖമാക്കണേ നാഥ. യേശുവേ യേശുവേ സുഖമാക്കണേ നാഥ, എന്നെ സുഖമാക്കണേ നാഥ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശുനാഥ എന്നെ കഴുകണമേ, എന്നെ സുഖമാക്കണേ നാഥ, എന്നെ സുഖമാക്കണേ നാഥ. എല്ലാ നിയമങ്ങളെയും നമുക്ക് ദിവസത്തിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങൾ, ഇവിടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും എല്ലാം നമ്മുടെ ദിവസങ്ങളിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുടെ നാഥൻ്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ഇവിടെ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കൾ, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം എല്ലാ നിയോഗത്തിൻ്റെ മേലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ വലിയ ദൈവാനുഗ്രഹം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയേ. ഉച്ച സ്വരത്തിൽ വിളിക്കാമോ? ഈശോയേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി വിളിക്കുക. ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി ഈശോയെന്ന് വിളിക്കാമോ? എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് നിലവിളിച്ച് ദൈവജനം പ്രാർത്ഥിച്ചപ്പോൾ ആ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകിയ അതേ ദിവ്യകാരുടെ നാഥൻ ഇതാ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടെ വിളിക്കാം. ഈശോയെ എന്ന് വിളിച്ച് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, ദേശം അനുഗ്രഹിക്കപ്പെടുന്നു,
കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു, ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഈശോയെന്ന് വിളിച്ച് ഏതെല്ലാം മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നു ആ മേഖലയെല്ലാം ഓർത്തുകൊണ്ട് ഈശോയെന്ന് വിളിച്ച് ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കള്, അവരുടെ ഇടവകള്, അവരായിരിക്കുന്ന ദേശങ്ങള് അനുഗ്രഹിക്കുന്നതിനോർത്ത്, ഭവനങ്ങള് അനുഗ്രഹിക്കുന്നതിനോർത്ത്, കൃഷിയിടങ്ങള് എല്ലാം അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇവരുടെ മക്കളെ ഓർത്ത് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. മക്കളെ ഓർത്ത് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ്സ് നമിച്ച് നമുക്ക് ദൈവാനുഗ്രഹം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മുടെ യാത്ര, നമ്മുടെ വാഹനങ്ങളെല്ലാം ദൈവസ്ഥാനത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ സംരക്ഷിക്കപ്പെടുവാനും നമ്മുടെ ഭവനങ്ങൾ കർത്താവിൻ്റെ ചോരയുടെ ശക്തിയാൽ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പിതാവായ ദൈവത്തോട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധൂതനായ വിശുദ്ധ മിഖായിലിനെയും റഫായിലിനെയും അയക്കണമേ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തയാഴ്ച ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടുന്ന ആ നിമിഷം വരെ കർത്താവിൻ്റെ പരിപൂർണ സംരക്ഷണത്തിലായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പാടി പ്രാർത്ഥിക്കാം. രണ്ടാം വരവിൽ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ.